ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ കൊച്ചിയിലുള്ള ബീച്ച് റോഡ് ബീച്ചാണ്. ഇവിടെ ഞങ്ങളെന്നും സ്വിം ചെയ്യാൻ വരുന്ന സ്ഥലമാണ്. ഇത് നമ്മുടെ ആൻഡോച്ചാരനാണ്, ആളൊരു തമാശക്കാരനാണ്. പിന്നെ ഇത് നമ്മുടെ വേറൊരു ഫ്രണ്ടാണ്. പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇത് ജോയിച്ചേട്ടൻ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ ഓരോരുത്തർ എല്ലാവരും ഇപ്പോൾ കടലിലാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. ഇത് നമ്മുടെ എൻഡർ ഡൈവിൻ്റെ കയാക്കാണ്. നീന്തൽ പഠിക്കാൻ താല്പര്യമുള്ളവർ എൻഡർ ഡൈവിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞങ്ങളിന്ന് ഒരു 1 കിലോമീറ്റർ സ്വിം ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഇത് നമ്മുടെ സാബു മച്ചാനാണ്. സാബു മച്ചാൻ എൻ്റെ കൂടെ എല്ലാ ദിവസവും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഓരോരുത്തർ ഇറങ്ങിയ ടൈമൊക്കെ പല ടൈമും വ്യത്യാസമുണ്ട്. കുറച്ച് ടീം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ടീം ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊന്നും വാശി കാണിക്കാണ്ട് ഇങ്ങനെ പോകും, പിന്നെ അങ്ങോട്ട് വാശിയാവും. പിന്നെ എന്ന് വെച്ചാൽ ആരും കടലിൽ അനുകരിക്കാൻ വേണ്ടി ചെയ്യരുത്. സ്വിമ്മിങ് അറിയാൻ പാടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതും വേറൊരു നമ്മുടെ ആൻഡ്രൂച്ചേട്ടൻ തന്നെയാണ്, ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇത് ടോണി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ലോങ് സ്വിം ചെയ്യുന്നൊരു വ്യക്തിയാണ് ടോണി. പിന്നെ ഒരാൾ കൂടി ഉണ്ട്, വിമലെന്ന് പറയും. ഇപ്പോൾ വന്നുണ്ട്. ഈ വരുന്നത് ഞങ്ങളുടെ MRC മോട്ടേഴ്സ്, ഗിരീഷ് ഭായ് ആണ് ഈ വരുന്നത്. MRC മോട്ടേഴ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഇനിയിപ്പോൾ വിമൽ, ടോണിയുടെ ഷോയാണ് ഇനി അടുത്തത്. ടോണിക്ക് 360 വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഇത് ഞങ്ങളുടെ ഡിക്സൺ ചേട്ടൻ, സാബു, ഞങ്ങൾ എല്ലാവരും കാലത്തെ ഒരേ ടൈമിൽ ഇറങ്ങുന്ന വ്യക്തിയാണ്. ഈ നിൽക്കുന്ന ആൻഡോ ചേട്ടനും എല്ലാവരും ഒരേ ടൈമിൽ ഇറങ്ങുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ഒരു 300 മീറ്റർ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി പോകുന്നുണ്ട്. അപ്പോൾ ഡിക്സൺ ചേട്ടൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഡിക്സൺ ചേട്ടൻ്റെ പുറകെ ഞാൻ പിടിപ്പിക്കാൻ വേണ്ടിയ പ്ലാൻ. കാരണം ആളൊരു ഭയങ്കര മടിയനാണ്. പകുതിക്ക് വെച്ച് നിർത്തിക്കളയും. ചിലപ്പോൾ നല്ല ഒഴുക്കൊക്കെ ഉണ്ടാവും. ഒഴുക്കുള്ള സമയത്ത് ആൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കളയും. അപ്പോൾ ഒഴുകി പോകും. പിന്നെ അയാളെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് വരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ ഞാനും ചാമ്പി പറയുകയാണ്, അച്ചാന്മാരെ കണ്ടോട്ടാ. ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ ലെവലാണിത്. പക്ഷേ ഞങ്ങൾ വീഡിയോ എടുത്ത ദിവസം ഇത്തിരി വെള്ളത്തിന് ചെറിയൊരു കലക്കണ്ടായിപ്പോയി. ശരിക്കും വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 ദിവസം മുമ്പ് ഡോൾഫിൻ ഇഷ്ടംമാരാണ്. അതായിരുന്നു ക്യാമറ എടുത്തതിൻ്റെ മെയിൻ കാരണം. ക്ലിയർ വാട്ടർ ആയിരുന്നു. പക്ഷേ ഇത്തിരി വെള്ളത്തിന് കലക്കും വന്നു പോയി, ഡോൾഫിനും ഇല്ല. ഇപ്പോൾ ഏകദേശം ഒരു 1/2 കിലോമീറ്ററായി. ഇനിയും കുറച്ചുകൂടി പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാധാരണ ഞങ്ങൾ അതിൽ കൂടുതൽ പോകാറുള്ളതാണ്. സാറ്റർഡേയും സൺഡേയാണ് ഞങ്ങൾ കൂടുതൽ പോകുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ എങ്ങനെ വന്നാലും ഒരു 300-400 മീറ്റർ വൺ സൈഡ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഏകദേശം ഒരു 10, 12, 13 മീറ്റർ ഡീപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് ബാക്ക് ഡൈവ് അടിച്ച് നോക്കട്ടെ. കുറേ നാളായി ചെയ്തിട്ട് ചെയ്ത് നോക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ വിമൽ. 70 എന്നാണ് ഫോർട്ട് വെച്ച് വരെ കാലത്തെ സ്വിം ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇതാണ് വിമൽ. ഓക്കെ, ഇത് ഞങ്ങളുടെ ഇക്കയാണ്. അബ്ബാജി എന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത്. ആളുടെ പേര് ഷഫീഖ് എന്നാണ്. ഇവിടെ എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണിത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യം തന്നിരുന്നത് പുള്ളിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യം തരാനുള്ള കാരണം. എന്നെയൊക്കെ കൊണ്ടുപോയിട്ട് വിറച്ചു പോയിട്ടുണ്ട്. ആദ്യമായിട്ട് ഇത്ര ലോങ് പോയ സമയത്ത് പുള്ളിയാണ് നമുക്ക് ധൈര്യം തന്നത്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കുറയ്ക്കുകയാണ്. ഇത് നമ്മുടെ ബിജു. എല്ലാവരും അത്യാവശ്യം സേഫ്റ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്, ഞാനും കൊണ്ടുവരാറുണ്ട്. എല്ലാവരും ഇപ്പോൾ കരയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് ഗ്യാങ്ങുകൾ മാത്രമായിട്ട് ഒരു പിക്ക് എടുക്കണമെന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ശരി, ചെയ്യാം. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെയാണ്. ഡിക്സൺ ചേട്ടൻ പറയണത് എനിക്കൊന്നും പറ്റിയില്ലെന്നും പറഞ്ഞ് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഭാസ്കർ ഭായ്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ടോണി, ഡിക്സൺ ചേട്ടൻ, വിമൽ, എല്ലാവരും ഇവിടുന്ന് ചാടിപ്പിടിച്ച് ഓടി വരുന്നുണ്ട്. സാബു, ബിജു, അത്യാവശ്യം എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് ഫോട്ടോ ഇട്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ നടന്നു വരുന്നുണ്ട്. ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ഡോക്ടറുണ്ട്. ഡോക്ടറോട് നടന്നു വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിലായി പോയി. ആൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആൾ സാധാരണ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ്. ചില ടൈമിൽ ചേഞ്ചായിട്ട് വരും ആൾ. ഇപ്പോൾ വരും. ആൾ വരികയാണ്, നടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ക്യാമറയൊക്കെ ഉണ്ടല്ലോ, എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബിജു അവിടെ നിന്നുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. ഒരു ചിരി. ഓക്കെ 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 നമ്മളപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി ആരുടെയാണ് ടോണിയുടെ ഒരു ഓർഡർ കൂടി എടുത്തോന്ന് പറഞ്ഞു. ശരി, ഓടിക്കുമെന്ന് പറഞ്ഞു. അങ്ങാടിയിൽ ഇപ്പോൾ വേറെ പേരുണ്ട്, പട്ടി ഓടിച്ചിട്ട് ഇഷ്ടംപോലെ പട്ടിയുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്, കാണാം.